ഞാൻ ആരാണെന്ന് പറയാമോ? അരവിന്ദേട്ടൻ. അരവിന്ദേട്ടന് എന്നെ ഓർമ്മയുണ്ടോ? പിന്നില്ലാതെ. ഞാൻ ഇവിടെ ഒന്ന് ഇരുന്നോട്ടെ. ഇരുന്നോളൂ. ഞാൻ ഒരു കാര്യം പറഞ്ഞാൽ ദേഷ്യപ്പെടുവോ? ഇല്ല. എന്താ? ആ കതകം നടച്ചിട്ട് കുച്ചിട്ടേക്ക്. ഇപ്പൊ ചെയ്യാം. അയ്യോ, അങ്ങനെയല്ല, അങ്ങനെയല്ല. ഞാൻ കാണിച്ചു തരാം. ഒന്നും അറിഞ്ഞൂടാ. ഇങ്ങോട്ട് മാറുന്നില്ലേ? ഇവിടെ നില്ലേ? നിന്നു. അങ്ങോട്ട് തിരിഞ്ഞു നില്ലേ? തിരിഞ്ഞു. ആ പടിയിലോട്ട് കേറുന്നില്ലേ? നിന്നാ റെഡി. അരവിന്ദേട്ടാ, അരവിന്ദേട്ടാ, എനിക്ക് ഒറ്റക്കിരിക്കുന്നതാണ് ഇഷ്ടം. അരവിന്ദേട്ടാ, കഥ തുറക്കും. ഇല്ല, ഞാനിവിടെ ഡാൻസ് റിഹേഴ്സൽ ചെയ്യുവാ. അരവിന്ദേട്ടാ, എല്ലാം സഹിക്കാം. നമുക്കതിനല്ലേ പറ്റൂ. നിങ്ങൾ അങ്ങനെ ഒരാള് മരിച്ചുപോയി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. സീരിയൽ രണ്ടും 2 മാസമായി മുടങ്ങിക്കിടക്കണേ. പേരില്ല പ്രേമലതയും രാവണക്കോട്ടയും. രാവണക്കോട്ട ഒരു തീരാനുള്ളൂ. അത് തീർത്തില്ലെങ്കിൽ നിങ്ങളെ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. എന്ത് ചെയ്യും? നിങ്ങൾ ആളെ വരട്ടാണോ? ഈ പ്രൊഡ്യൂസർ കൊണ്ട് ആത്മഹത്യ ചെയ്യിപ്പിക്കും. ഞാൻ എന്തെടുത്ത് ആത്മഹത്യ ചെയ്യാനാ? ഇവിടെ വിഷം വാങ്ങാൻ പോലും കാശില്ല. ഞാനിപ്പോ എന്ത് ചെയ്യണമെന്നാ നിങ്ങൾ പറയുന്നേ? ഒരു കാര്യം ചെയ്യും. ഒരാളിനെ മരിച്ചിട്ടുള്ളൂ, മറ്റേ ഉണ്ടല്ലോ, ഞങ്ങൾക്ക് അയാളുടെ മുഖം മതി. ജീവിച്ചിരിക്കുന്നത് ആരാണെന്ന് പോലും അറിയാത്ത അവസ്ഥയില് ഞാൻ എങ്ങനെയാ സീരിയലിൽ അഭിനയിക്കണം എന്നൊക്കെ പറയാ? അഭിനയിച്ച് തീർത്താമെന്ന് ഡോക്ടർ മുതൽ കോൺട്രാക്ടർ ഒപ്പിട്ട് വന്നിട്ടുണ്ട്. ആള് വന്നില്ലെങ്കിൽ നഷ്ടപരിഹാരത്തിന് ഞങ്ങൾ കേസ് കൊടുക്കും. കേസൊന്നും വേണ്ട. ഹലോ, ഡോക്ടർ അല്ലേ? ആ, ഞാൻ കുഞ്ഞനന്ദൻ. ആ സീരിയൽ ഡയറക്ടർ വീണ്ടും പ്രശ്നം ഉണ്ടാക്കി. അയാൾക്ക് സീരിയലിൽ അഭിനയിക്കാൻ സഹോദരനെ കിട്ടിയേ പറ്റൂന്ന്. അല്ല, ഞങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന്? കൊണ്ടുപോകണം. ഒരുപക്ഷെ അവിടെ ചെല്ലുമ്പോ താൻ ആരാണെന്ന ബോധം അയാൾക്ക് തിരിച്ചു കിട്ടിയാലോ? ശരി സർ. നിങ്ങൾ കൂടെ പോണം. സ്വാമി ആഞ്ജനേയ, ഫൈനാൻസ് ഉള്ള ഓട്ടോറിക്ഷ ഓടിച്ച് ഈ ഉള്ളവർ ഒരുപാട് കഷ്ടപ്പെട്ടു. കുറെ അടി ഇടിയും കിട്ടിയ കാര്യം സ്വാമിക്ക് അറിയാലോ. ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു ഓട്ടോറിക്ഷ സ്വന്തമാക്കുന്നത്. കിടപ്പാടം പണയം വെച്ചാണ് ഞാനിത് മേടിക്കണത്. ഒരു വിഘ്നവും വരുത്താതെ എന്നെയും ഈ സ്വന്തം ഓട്ടോറിക്ഷയും കാത്തു കൊള്ളണമേ. ഓം ജയ് ബജരംഗബലി, ഓം ഗണപതിയായ നമഃ സ്വാഹ. അവന്റെ ഡയലോഗ് ഓർമ്മയുണ്ടല്ലോ? ഡയലോഗാ അറിയില്ല. ചുമ്ടാ പറയാ സാറേ, എല്ലാം അറിയാം. മിടുക്കനാ. ഞങ്ങൾ പറയുന്ന പോലെ അങ്ങ് പറഞ്ഞാ മതി. പ്രോംപ്റ്റിംഗ് ആവാലോ. ശ്രീരാമൻ, ശ്രീരാമൻ താങ്കൾക്ക് താങ്കൾക്ക് ചിലപ്പോൾ ഈശ്വര തുല്യനായിരിക്കാം. രാവണപ്രഭുവിന് അങ്ങനെയല്ല. മാത്രമല്ല ഞങ്ങൾ നിന്ന് സംസാരിക്കുന്നത് രാവണന്റെ മഹാസാമ്രാജ്യത്തിലാണ്. മറക്കരുത്. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഒരു മിനിറ്റ്, ഇനി വന്നേ. ഡയലോഗ് പറയണമെന്നുണ്ടെങ്കിൽ ഹനുമാന്റെ ആ ഗത എനിക്ക് തരാം. ഹനുമാന്റെ ഗത ഹനുമാൻ മാത്രം ഉപയോഗിക്കാം. എന്താ രാവണന് ഉപയോഗിച്ചാൽ എന്താ കുഴപ്പം? അതില്ലെങ്കിൽ എനിക്കൊരു ഫുട്ബോൾ തരണം. അയ്യോ, രാവണന് ഫുട്ബോളോ? അത് തീരെ പറ്റില്ല. ഹനുമാൻ പ്ലീസ് ആ ഗത ഒന്ന് തരൂ. ശ്രീരാമൻ താങ്കൾക്ക് നേരത്തെ ചോദിച്ചില്ലേ ഈ രാവണൻ എന്തിനാ ഗതയെന്ന്? ഞാൻ പറഞ്ഞുതരാം. നേരെ നില്ലേ, ആഞ്ജനേയ, നല്ലൊരു ഓട്ടോ ഒപ്പിച്ച് തരണേ. സ്വാമി ആഞ്ജനേയ, രക്ഷിക്കണം പ്രഭു. നീ ആദ്യം എന്നെ വണ്ടി കയറ്റണോ? അവിടുന്ന് തന്നെ നേരിട്ട് വന്ന് എന്റെ വണ്ടിയിൽ കയറുമെന്ന് ഞാൻ കരുതിയിരുന്നില്ല. കയറിയാലും പ്രഭു, കയറിയാലും. അവിടെ നിൽക്കാൻ. ഇതേത് ഭഗവാൻ? അത് ശരി, ഹനുമാനെ ഓട്ടോയിൽ കെട്ടി ഒളിപ്പിച്ചിരിക്കുകയാണല്ലേ. നിന്നെ നിന്റെ ഓട്ടോ ഇന്ന് ഞാൻ അവന്റെ ഓട്ടോ
നിന്റെ